നമസ്കാരം. വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെയും വി ബ്ലോക്കിൻ്റെയും എക്സെൻട്രിക് മാർക്കിംഗ് പരിശീലനത്തെയും ഉപയോഗത്തെയും കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യുവാനാകും. എക്സ്റ്റേണൽ ഡയാമീറ്റർ ടേണിംഗ് ചെയ്യുന്നതിനായുള്ള എക്സെൻട്രിക് സെന്റർ മാർക്ക് ചെയ്യുവാൻ, വി ബ്ലോക്ക്, സർഫേസ് ഗേജ്, ട്രൈ സ്ക്വയർ എന്നിവ മാർക്ക് ചെയ്യുവാൻ, വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ജോബിന്റെ കോൺസെൻട്രിക്കും എക്സെൻട്രിക്കും സെന്റർ ലൈനുകൾ മാർക്ക് ചെയ്യുവാൻ, വി ബ്ലോക്ക്, സർഫേസ് ഗേജ്, ട്രൈ സ്ക്വയർ എന്നിവ ഉപയോഗിച്ച് എക്സ്റ്റേണൽ ഡയാമീറ്റർ ടേണിംഗ് ചെയ്യുവാൻ കോൺസെൻട്രിക്കും എക്സെൻട്രിക്കും സെന്ററുകൾ എങ്ങനെ അടയാളപ്പെടുത്താമെന്ന് ഇപ്പോൾ നമുക്ക് പഠിക്കാം. ഈ എക്സർസൈസിന് ആവശ്യമായ മെറ്റീരിയലുകളും ടൂളുകളും ഇവയാണ്: വി ബ്ലോക്ക് വിത്ത് ക്ലാംപ്സ്, സർഫേസ് ഗേജ് വിത്ത് സ്ക്രൈബർ, മാർക്കിംഗ് മീഡിയ, ട്രൈ സ്ക്വയർ, ആംഗിൾ പ്ലേറ്റ്, സ്റ്റീൽ റൂൾ, പ്ലെയിൻ ടേൺഡ് MS round of diameter 80 mm, surface table or plate, anvil, ball peen hammer, dot punch and center punch. അടയാളപ്പെടുത്തുന്നതിന് മുൻപ് ജോബിന്റെ രണ്ട് എഡ്ജും ഫേസ് ചെയ്യുകയും ബറുകളിൽ നിന്നും ഷാർപ്പ് എഡ്ജിൽ നിന്നും സ്വതന്ത്രമാക്കുകയും വേണം. വെർനിയർ കാലിപ്പറുകൾ ഉപയോഗിച്ച് വർക്ക് പീസിന്റെ ഡയാമീറ്റർ ഉറപ്പാക്കുകയും വർക്ക് പീസിന്റെ ലെങ്ത് പരിശോധിക്കുകയും ചെയ്യുക. ഇപ്പോൾ വർക്ക് പീസ് വി ബ്ലോക്കിലേക്ക് ക്ലാമ്പ് ചെയ്യുക. വർക്ക് പീസിന്റെ രണ്ട് എൻഡുകളിലുള്ള ഫേസുകളിലും മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഒരു ആംഗിൾ പ്ലേറ്റിന്റെയും സ്റ്റീൽ റൂളിന്റെയും സഹായത്തോടെ വർക്ക് പീസിന്റെ സെന്റർ കണ്ടെത്തുന്നതിന് സ്ക്രൈബറിന്റെ ഹൈറ്റ് സെറ്റ് ചെയ്യുക. രണ്ട് എൻഡ് ഫേസുകളിലും വർക്ക് പീസിന്റെ സെന്ററിലൂടെ ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുക. വർക്ക് പീസ് അൺക്ലാമ്പ് ചെയ്ത് 90 ഡിഗ്രി തിരിക്കുവാൻ ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സ്ക്രൈബ് ചെയ്ത ലൈൻ വെർട്ടിക്കലായി സെറ്റ് ചെയ്ത് വർക്ക് പീസ് റീക്ലാമ്പ് ചെയ്യുക. രണ്ട് എൻഡ് ഫേസുകളിലും വർക്ക് പീസിന്റെ സെന്ററിലൂടെ ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുക. ഇപ്പോൾ ഒരു ആംഗിൾ പ്ലേറ്ററിന്റെയും സ്റ്റീൽ റൂളിന്റെയും സഹായത്തോടെ വർക്ക് പീസിന്റെ മധ്യഭാഗത്ത് നിന്ന് ആവശ്യമായ എക്സെൻട്രിക് തുല്യമായ അകലത്തിൽ സ്ക്രൈബറിന്റെ പോയിന്റർ സെറ്റ് ചെയ്യുക. വർക്ക് പീസിന്റെ രണ്ട് ഫേസുകളിലും ഇതേ ഹൈറ്റിൽ ലൈൻ വരയ്ക്കുക. വി ബ്ലോക്കിൽ നിന്ന് വർക്ക് പീസ് നീക്കം ചെയ്യുക. കോൺസെൻട്രിക് എക്സെൻട്രിക് സെന്ററുകൾ കണ്ടെത്തുവാൻ രണ്ട് എൻഡ് ഫേസുകളിലും ഡോട്ട് പഞ്ച് ഇന്റർസെക്ഷൻ പോയിന്റുകൾ ചെയ്യുക. വി ബ്ലോക്ക്, വെർനിയർ ഹൈറ്റ് ഗേജ്, ട്രൈ സ്ക്വയർ എന്നിവ ഉപയോഗിച്ച് എക്സ്റ്റേണൽ ഡയാമീറ്റർ ടേണിംഗ് ചെയ്യുവാൻ കോൺസെൻട്രിക്കും എക്സെൻട്രിക്കും സെന്ററുകൾ എങ്ങനെ അടയാളപ്പെടുത്താമെന്ന് ഇപ്പോൾ നമുക്ക് പഠിക്കാം. ഈ എക്സർസൈസിന് ആവശ്യമായ ടൂളുകളും മെറ്റീരിയലുകളും ഇവയാണ്: വി ബ്ലോക്ക് വിത്ത് ക്ലാംപ്സ്, വെർനിയർ ഹൈറ്റ് ഗേജ് വിത്ത് സ്ക്രൈബർ, മാർക്കിംഗ് മീഡിയ, ട്രൈ സ്ക്വയർ, പ്ലെയിൻ ടേൺഡ് MS round of diameter 80 mm, surface table or plate, anvil, ball peen hammer,
ഡോട്ട് ആൻഡ് സെൻറ്റർ പഞ്ച്. ഹൈറ്റ് ഗേജ് മാർക്കിംഗ് സ്ക്രൈബിംഗ് ബ്ലോക്ക് മാർക്കിങ്ങിനേക്കാൾ ആക്യുറേറ്റ് ആണ്. മാർക്ക് ചെയ്യുന്നതിന് മുൻപ് ജോബിന്റെ രണ്ട് എൻഡും ഫേസ് ചെയ്യുകയും ബറുകളിൽ നിന്നും ഷാർപ്പ് എഡ്ജുകളിൽ നിന്നും സ്വതന്ത്രമാക്കിയിരിക്കുകയും വേണം. വെർനിയർ കാലിപ്പറുകൾ ഉപയോഗിച്ച് വർക്ക് പീസിന്റെ ഡയാമീറ്റർ ഉറപ്പാക്കുകയും വർക്ക് പീസിന്റെ ലെങ്ത് പരിശോധിക്കുകയും ചെയ്യുക. ക്ലാമ്പുകളുടെ സഹായത്തോടെ വി ബ്ലോക്കിൽ ഫിനിഷ് ടേണിംഗ് ചെയ്ത് റോഡ് ക്ലാമ്പ് ചെയ്യുക. വർക്ക് പീസിന്റെ രണ്ട് എൻഡിലുള്ള ഫേസുകളിലും മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ജോബിന്റെ ടോപ്പ് എഡ്ജിൽ സ്ക്രൈബർ പോയിന്റ് സെറ്റ് ചെയ്യുക. സ്ക്രൈബറിന്റെ ബോട്ടം ഫേസ് വർക്ക് പെരിഫറിയുമായി കോൺടാക്റ്റിൽ വരുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാൻ റൗണ്ട് സർഫേസിന് മുകളിലൂടെ ഹൈറ്റ് ഗേജ് സ്ക്രൈബർ നീക്കുക. സ്ലൈഡുകൾ ലോക്ക് ചെയ്ത് സ്കെയിലുകളുടെ റീഡിങ്ങുകൾ രേഖപ്പെടുത്തുക. റീഡിംഗിൽ നിന്ന് ഡയമീറ്ററിന്റെ പകുതി കുറച്ചതിന് ശേഷം ആ റീഡിംഗിലേക്ക് ഹൈറ്റ് ഗേജ് സെറ്റ് ചെയ്യുക. രണ്ട് എൻഡ് ഫേസുകളിലും വർക്ക് പീസിന്റെ സെന്ററിലൂടെ ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുക. വർക്ക് പീസ് അൺക്ലാമ്പ് ചെയ്ത് ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സ്ക്രൈബ് ചെയ്ത ലൈൻ വെർട്ടിക്കലായി സെറ്റ് ചെയ്ത് 90 ഡിഗ്രി തിരിക്കുക. വർക്ക് പീസ് വി ബ്ലോക്കിലേക്ക് റീക്ലാമ്പ് ചെയ്യുക. സെന്റർ പൊസിഷനു വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന അതേ റീഡിംഗ് ഉപയോഗിച്ച് രണ്ട് ഫേസുകളിലും ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുക. മുകളിലെ റീഡിംഗിൽ എക്സെൻട്രിസിറ്റി തുക ചേർക്കുകയും പുതിയ റീഡിംഗിനായി വെർനിയർ ഹൈറ്റ് ഗേജ് സെറ്റ് ചെയ്യുകയും ചെയ്യുക. വർക്ക് പീസിന്റെ രണ്ട് എൻഡ് ഫേസുകളിലും ഈ ഹൈറ്റിൽ ലൈൻ വരയ്ക്കുക. വി ബ്ലോക്കിൽ നിന്ന് വർക്ക് പീസ് റിമൂവ് ചെയ്യുക. കോൺസെൻട്രിക്കും എക്സെൻട്രിക്കും സെന്ററുകൾ കണ്ടെത്തുന്നതിന് രണ്ട് എൻഡ് ഫേസുകളിലും ഇന്റർസെക്ഷൻ പോയിന്റുകൾ സെന്റർ പഞ്ച് ചെയ്യുക. റീക്യാപ്പ്: നമ്മൾ പഠിച്ചത് എക്സ്റ്റേണൽ ഡയമീറ്റർ ടേണിംഗ് ചെയ്യുന്നതിനായുള്ള എക്സെൻട്രിക് സെന്ററുകൾ മാർക്ക് ചെയ്യൽ, വി ബ്ലോക്ക്, സർഫേസ് ഗേജ്, ട്രൈ സ്ക്വയർ എന്നിവ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുവാൻ, വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ജോബിന്റെ കോൺസെൻട്രിക്കും എക്സെൻട്രിക്കും സെന്റർ ലൈനുകൾ മാർക്ക് ചെയ്യുവാൻ. എക്സെൻട്രിക് മാർക്കിംഗ് പരിശീലനത്തിൻ്റെയും വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെയും വി ബ്ലോക്കിൻ്റെയും ഉപയോഗത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. അടുത്ത സെഷനിൽ കാണാം.